വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പറവൂർ കോടതിയിൽ ബോംബ് ഭീഷണി, പരിശോധന നടത്തി. പറവൂർ കോടതിയിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് കോടതി നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. മെയിൽ സന്ദേശം വന്നതിനാലാണ് എല്ലാ കോടതികളും പിരിഞ്ഞത്. ബോംബ് സ്ക്വാഡ് വന്ന് സ്ഥലത്ത് പരിശോധന നടത്തി. റൂറൽ SP യുടെ നേതൃത്വത്തിലാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധന നടത്തിയത്. പറവൂർ DSP, പറവൂർ CI, കോടതി അധികാരികൾ, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും SP യോടൊപ്പം ഉണ്ടായിരുന്നു. പരിശോധനയിൽ ബോംബിന്റെ കാര്യങ്ങളൊന്നും കണ്ടെത്തിയില്ല. പല സ്ഥലത്ത് ചോര വീണ് കിടന്നത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോടതിയിൽ 2:30 ശേഷം പ്രവർത്തനം തുടങ്ങി. കോടതി വളപ്പിൽ ധാരാളം തെരുവ് പട്ടികൾ അലഞ്ഞു നടക്കുന്നുണ്ട്. അത് തമ്മിൽ കടികൂടി രക്തം വീണ് കിടക്കുന്നതാണോ എന്ന് സംശയം പറയുന്നുണ്ട്. പറയാൻ പറ്റില്ല. എല്ലാ മെസ്സേജുകളും ബ്ലഡ് എല്ലായിടത്തും അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈബറിൽ ഇപ്പോൾ നമ്മൾ കോട്ടുപള്ളിയിലെ സൂയിസൈഡ് നമ്മുടെ സൈഡിൽ നിന്ന് അത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. DSPന്റെ ലീഡർഷിപ്പിലാണ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രൊസീജിയറെല്ലാം ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അതിൻ്റെ ബാക്കി പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടൊക്കെ സെർച്ച് ചെയ്ത് ഫീൽഡ് വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. അതിന്റെ എല്ലാ തരത്തിലുമുള്ള എൻക്വയറി നമ്മൾ ചെയ്തു. സെക്ഷൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മൾ എൻക്വയറി എല്ലാം പരിശോധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്നും വ്യക്തമായിട്ട് നമ്മൾ കിട്ടിയിട്ടില്ല. അതിന്റെ കാര്യങ്ങൾ നമ്മളിപ്പോ നിലവിലെ കിട്ടിയ എവിഡൻസുകളിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ബാക്കി എല്ലാ എവിഡൻസുകളും ഒന്നൊന്നായിട്ട് നമ്മൾ കളിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എൻക്വയറി നടന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പരിശോധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ.